അങ്ങനെ മിച്ചുവിന്റെ കാലിലെ പ്ലാസ്റ്റർ റിമൂവ് ചെയ്തു. കയ്യിലെ സ്വിങ്ങും ഊരി. നീ ഒന്ന് നടന്നു നോക്കിക്കേ. ശ്രീ തന്നെ അവളെ കൈക്ക് പിടിച്ച് ബെഡിൽ നിന്ന് നിലത്തിറക്കി. മിച്ചു പതിയെ നടന്നു. ആദ്യം ചെറിയ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പെട്ടെന്ന് അത് മാറി. അവൾ നന്നായി നടന്നു. ഓക്കെയാണ് ദേവേട്ടാ. കൈ കൂടെ ഒന്ന് മടക്കിയൊക്കെ നോക്കിക്കേ, വേദന ഉണ്ടോന്ന്. മിച്ചു കൈയൊക്കെ മടക്കി നോക്കി. കുഴപ്പമൊന്നുമില്ല, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ശരി ശരി, ഇപ്പൊ വീട്ടിൽ പോണോ നിനക്ക്? എനിക്ക് OP ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ കൊണ്ടുവിട്ടാ മതിയോ? മതിയെന്നേ, ഞാൻ എവിടെയൊക്കെ ഒന്ന് കാണട്ടെ. കുരുത്തക്കേടൊന്നും ഒപ്പിച്ചേക്കല്ലേ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ? ചെയ്യും, ഉറപ്പായും ചെയ്യും. അതുകൊണ്ടാ പറഞ്ഞത്. മിച്ച ചുണ്ടുകൊട്ടി അവിടെ നിന്നും പോയി. ഈ പെണ്ണ് ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുവാണ് നമ്മുടെ നേഴ്സ് കൊച്ച്. ആളൊരു കുറുമ്പിയാണല്ലേ. ഡോക്ടറിന്റെ ആരെങ്കിലും ആണോ ആ കുട്ടി? ഇപ്പൊ ഇവിടെ നിന്ന് പോയ മുതലാണ് എന്റെ ഭാവി വൈഫി, എന്റെ മുറപ്പെണ്ണ. കുറുമ്പ് ലേശം കൂടുതലാണ്. നേഴ്സ് കൊച്ചങ്ങ് ചമ്മി നാറി. കുറച്ചു മുമ്പ് മിച്ചു നോക്കി പേടിപ്പിച്ചതിന്റെ അർത്ഥം ഇപ്പോഴാ അവൾക്ക് കത്തിയത്. പിള്ളേര് തമ്മിൽ ധാരണയിൽ എത്തിയിട്ടില്ലെന്ന് അവളുണ്ടോ അറിയുന്നു. ശ്രീ അവന്റെ ഡ്യൂട്ടിയിലേക്ക് പോയി. മിച്ചുവാണ് എല്ലാ ബ്ലോക്കിലേക്കും കയറി ഇറങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ദേവനെ കൃഷ്ണനെയും ഒക്കെ പോയി ചൊറിയുന്നുണ്ട്. അങ്ങനെ അവസാനം കൊച്ചു ലച്ചുവിന്റെ അടുത്തെത്തി. ലക്ഷ്മി കൊച്ചേ, ഞാൻ വന്നു. എത്തിയോ കുറുമ്പി? കയറി വാ. മിച്ചു അകത്തേക്ക് കയറി അവിടെയുള്ള ചെയറിലിരുന്നു. എങ്ങനുണ്ടിപ്പോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലേ. ആ, ഇത്രയും നാളും ദേവേട്ടൻ പൊക്കിക്കൊണ്ട് നടന്നോളുമായിരുന്നു. ഫുഡും വരുത്തരും, ആരേലും ഒക്കെ കുളിപ്പിക്കും. എന്ത് സുഖമായിരുന്നു. ഇനി ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ? അത് ഓർക്കുമ്പോഴാ വിഷമം. മടിച്ചി പെണ്ണേ, പാവം എന്റെ ചെക്ക. പാവം പോലും. ചുമ്മാ ലുക്കും വെച്ച് ഇറങ്ങിയേക്കോ. അങ്ങനെ കാണേണ്ട താമസം കുറെ എണ്ണം കൊക്കിക്കൊണ്ട് പുറകെ പോവാൻ. കുശിമ്പി പാറു, നീ ഒരു കാര്യം ചെയ്, അവനെങ്ങ് കെട്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞെട്ടി ഞെട്ടി മിച്ചു ഞെട്ടി പണ്ടാരം അടങ്ങി. എന്തേ? എന്റെ ലക്ഷ്മിക്കുട്ടി, ഐ ആം ഫെയിൽഡ് ബിക്കോസ് ഓഫ് യു. എന്തോന്നാ? കുട്ടിക്ക് ഇംഗ്ലീഷ് വലിയ പരിജ്ഞാനം ഇല്ല അല്ലേ? ലക്ഷ്മിക്കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു എന്നാ പറഞ്ഞേ. ഇതെന്തിന്റെ കുഞ്ഞ് എന്നുള്ള രീതിക്ക് മിച്ചുവിനെ അന്തം വിട്ട് നോക്കിയിരിക്കുവാണ് ലച്ചു. ലക്ഷ്മിക്കുട്ടിയെ. മിച്ചു അവരുടെ മുഖത്തിന് മുമ്പിൽ കൂടെ കൈ വീശി. അവരിപ്പോഴും ആ ഇരിപ്പാണ്. ദേവിയെ, എന്റെ ഇംഗ്ലീഷായിട്ട് കാറ്റുപോയോ? മിച്ചു ലച്ചുവിനെ തട്ടി വിളിച്ചു. ആ നമിച്ചു മോളെ. മിച്ചു ഒന്ന് ഇളിച്ചു കാണിച്ചു. ഞാൻ റൗണ്ട്സിന് പോവാ, നീ വരുന്നോ? പിന്നെ എന്നാ, ബാ നമുക്ക് പോവാം. അങ്ങനെ ലച്ചുവിന്റെ കൂടെ മിച്ചുവും പോയി. റൗണ്ട്സ് എല്ലാം കഴിഞ്ഞ് ലച്ചു തിരികെ ക്യാബിനിൽ വന്നു. അപ്പോഴാണ് ശ്രീ അങ്ങോട്ട് വരുന്നത്. വല്യമ്മേ, അവൾ എന്തേ? അമ്മാമ അവൾ ഇവിടെ കാണുമെന്ന് പറഞ്ഞല്ലോ. അവള് വാർഡിലുണ്ടടാ. ശ്രീ ഒന്ന് ചിരിച്ചിട്ട് വാർഡിലോട്ട് പോയി. അവൻ അവിടെ ചെന്ന് നോക്കുമ്പോ മിച്ചു ഒരു വാവയെ കളിക്കുവാണ്. അവളുടെ കളി കണ്ട് ശ്രീ ഒരു ചിരിയോടെ വാതിക്കെ തന്നെ നിന്നു. വാവച്ചി, ചേച്ചി ഇനിയും വരുമ്പോ വാവയ്ക്ക് തിന്നാൻ ചോക്ലേറ്റ് കൊണ്ടുവരാട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് കളിക്കാം. മോളെ, അവൾ ഇന്നലെ ഉണ്ടായതല്ലേ ഉള്ളൂ. ഇപ്പൊ അതൊക്കെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അവൾ വലുതാകട്ടെ. വാവയുടെ അമ്മ പറഞ്ഞു. അതിനെന്താ, ഞാൻ നല്ല ചോക്ലേറ്റ് കൊടുക്കുള്ളൂ. അതല്ല കുട്ടി, ഇപ്പൊ പാല് മാത്രമേ കൊടുക്കൂ. അങ്ങനെ പറ. എന്നാ ഞാൻ പാല് കൊടുക്കാം. എല്ലാവരും തലയ്ക്ക് കൈവച്ചു പോയി. എന്റെ പിള്ളേരുടെ കാര്യം പോക്കാന്നാ തോന്നുന്നേ. ഇവളെ ഞാൻ എന്നാ ചെയ്യാനാ? ശ്രീയുടെ ആത്മയാണേ. കാര്യം കൈവിട്ട് പോകുന്നതിന് മുമ്പ് ശ്രീ അവളെ വിളിച്ചു. മിത്ര, വാ നമുക്ക് ഇറങ്ങാം. മിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രീയോടൊപ്പം ഇറങ്ങി. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇനിയും വരാന്നൊക്കെ വാക്ക് കൊടുത്തിട്ടാ കൊച്ചു തിരിച്ചു പോകുന്നത്. നടക്കുന്ന വഴി മിച്ചു ശ്രീയോട് പറഞ്ഞു. ദേവേട്ടാ, എനിക്ക് ഗർഭ. എന്ത്? എപ്പോ? അതല്ല പൊട്ട. ചായ ഗർഭ, വട ഗർഭ, ദോശ ഇഡലി ഗർഭ. ശ്രീ ഒന്ന് നിശ്വസിച്ചു പോയി. ഓ, അതായിരുന്നു ഈ പെണ്ണ്. വാ. അവര് നേരെ ക്യാൻറ്റീനിലോട്ട് പോയി. ശ്രീ ഫുഡ് ഓർഡർ ചെയ്ത് അവളെയും കൊണ്ട് ഒരു ടേബിളിൽ വന്നിരുന്നു. അവള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലിഞ്ചു അങ്ങോട്ട് വന്നത്. അവൾ ശ്രീയുടെ അടുത്ത് വന്നിരുന്നു. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞോ? OP കഴിഞ്ഞു. ഇനി ഇവളെ കൊണ്ട് വിട്ടിട്ട് വരണം, കുറച്ച് വർക്കുണ്ട്. അവളെ വല്ല ഓട്ടോ കയറ്റി വിട്ടാ പോരെ. നീ എന്തിനാ ചുമ്മാ പോകുന്നേ? അവള് കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. വർക്ക് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്കൊന്ന് പുറത്തു പോണം, നീ കൂടെ വരണം. മിച്ചുവിന് ദേഷ്യം വന്നു. അവൾ കഴിപ്പ് മതിയാക്കി എണീറ്റു. നീ കഴിക്കുന്നില്ലേ? വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് മതി. അവൾ കൈ കഴുകാൻ പോയി. ലിഞ്ചു പറഞ്ഞത് അവൾക്ക് ഇഷ്ടമായില്ലെന്ന് ശ്രീക്ക് മനസ്സിലായി. ലിഞ്ചു, ഡോണ്ട് ക്രോസ് യുവർ ലിമിറ്റ്. അവളുടെ കാര്യം തീരുമാനിക്കുന്ന ഞാനാണ്, നീയല്ല. ഇനി ഇത് ആവർത്തിക്കല്ലേ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ഇനഫ്. അപ്പോഴേക്കും മിച്ചു വന്നു. വാ നമുക്ക് പോവാം. ഞാൻ പൊക്കോളാം ഏട്ടാ, എനിക്കറിയാൻ പോവാൻ. അത് നീയല്ല തീരുമാനിക്കുന്നേ, ഞാനാണ്. ഇങ്ങോട്ട് വാടി. അവൻ അവളുടെ കൈക്ക് പിടിച്ച് ലിഞ്ചുവിനെ ഒന്ന് നോക്കുക കൂടെ ചെയ്യാതെ മുമ്പോട്ട് നടന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവനൊന്ന് നിന്നു. അവൻ തിരിഞ്ഞു നോക്കി ലിഞ്ചുവിനോട് പറഞ്ഞു. എനിക്ക് വൈകിട്ട് സമയമില്ല, വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യമുണ്ട്. നീ ആരെങ്കിലും കൂട്ടി പൊയ്ക്കോ ഷോപ്പിങ്ങിന്. ഞാൻ ഇന്ന് പോകുന്നില്ല, നിനക്ക് സമയമുള്ളപ്പോ പോവാം. ശ്രീ മറുപടി ഒന്നും പറയാതെ മിച്ചുവിന്റെ കൈക്ക് പിടിച്ച് നടന്നകന്നു. ലിഞ്ചുവിന്റെ കണ്ണിൽ തീയാളി. മിച്ചുവിനോടുള്ള അവളുടെ പക കൂടിക്കൂടി വന്നു. മിച്ചുവിനെ വീട്ടിലാക്കി ശ്രീ തിരികെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി. വൈകുന്നേരം ടുട്ടുവിനെയും കാത്ത് ഉമ്മറത്തിരിക്കുകയാണ് നമ്മുടെ മിച്ചു.
കൊച്ചിനാണെ നന്നായി ബോറടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും ഇതുമൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ കൊച്ച് ആ കാഴ്ച കാണുന്നത്. മുറ്റത്തെ മുത്തശ്ശിമാവിൽ നല്ല പഴുത്ത മാങ്ങ തൂങ്ങിക്കിടക്കുന്നു. എന്താ ഒരു നിറം! ഹായ്! അത് കണ്ടപ്പോളെ നമ്മുടെ മിച്ചുവിന്റെ വായിലൂടെ കപ്പലോടി. കൊച്ചു പതുക്കെ മാവിൻ ചൂട്ടിലേക്ക് പോയി. എനിക്കൊരു മാങ്ങ തരുവോ? കൊച്ചുതേ വെള്ളി നക്ഷത്രം കളിക്കുന്നു. ആ, പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു മാങ്ങ. പക്ഷെ എന്ത് ചെയ്യാം, പാവം നമ്മുടെ മിച്ചു. ചോദ്യം വന്നില്ല, മാങ്ങയും കിട്ടിയില്ല. കാറ്റടിച്ചു പോലും ഒരു മാങ്ങ വീണില്ല. എന്റെ ഡിങ്ക, എങ്ങനെ ഇപ്പൊ ഇതിന്റെ മേലെ ഒന്ന് കേറുക? പെട്ടെന്ന് മിച്ചുവിന്റെ തലയിൽ ബൾബ് കത്തി. അവള് ചാടിത്തുള്ളി തൊടിയിലേക്ക് പോയി ഒരു ഏണി പൊക്കിക്കൊണ്ടുവന്നു. അത് മാവി ചാരി വെച്ച് താഴെയുള്ള കൊമ്പി വലിഞ്ഞു കയറി. മാങ്ങ കുറച്ച് മുകളിലാട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ്. അവൾ അടുത്ത കൊമ്പിലും വലിഞ്ഞു കയറി. അങ്ങനെ കേറി കേറി കൊച്ചങ്ങ് മുകളിലെത്തി. അപ്പോഴാണ് പറമ്പിൽ പണിക്ക് നിൽക്കുന്ന വിജയൻ ചേട്ടൻ അതുവഴി വന്നേ. ഇതിവിടെ ആരാ കൊണ്ടുവച്ച്? എവിടൊക്കെ തപ്പി? വിജയൻ ചേട്ടൻ ആത്മയാണേ. ചേട്ടൻ ഏണിയും പൊക്കിക്കൊണ്ട് പോയി. മാങ്ങ പറിക്കാൻ ശ്രമിക്കുന്നതിനിടെ മിച്ചു അത് ശ്രദ്ധിച്ചില്ല. മാങ്ങയൊക്കെ പറിച്ച് താഴേക്ക് നോക്കുമ്പോഴാണ് ഏണി അവിടെ ഇല്ലെന്നുള്ള തുണിയില്ലാത്ത സത്യം നമ്മുടെ മിച്ചു മനസ്സിലാക്കുന്നത്. ദേവി, ഞാൻ പെട്ടു. എങ്ങനെ ഇറങ്ങും? അയ്യോ, എനിക്ക് തല ചുറ്റുന്നേ. മിച്ചു ആ കൊമ്പി തന്നെ അള്ളിപ്പിടിച്ച് കിടന്നു. അപ്പോഴും മാങ്ങ കയ്യിലുണ്ട് കേട്ടോ. അപ്പോഴാണ് ദേവദൂതന്മാരെ പോലെ നമ്മുടെ കുട്ടും ടുട്ടും മയിൽവാഹനത്തിലേറി അങ്ങോട്ടേക്ക് വന്നേ. ചങ്കേ, രക്ഷിക്കടാ! കൊച്ചു കിടന്ന് കാറ് കൂവാണ്. എവിടെ നാടാ ഒരു അശരീരി? ഞാനും കേട്ടു. കേൾക്കാണ്ടിരിക്കാൻ നീ എന്നാ പൊട്ടനാ? സൗണ്ട് കേട്ടത് എവിടെ നിന്നാന്ന് നോക്കട പന്നി. നമ്മുടെ പിള്ള ചുറ്റും ഒന്ന് വീഴ്ചു. പക്ഷെ അവർ ആരെയും കണ്ടില്ല. അപ്പോഴാണ് അടുത്ത അശരീരി. മുകളിലോട്ട് നോക്കട പുല്ലേ, ഞാൻ മാവിന്റെ മണ്ടയ്ക്ക. നമ്മുടെ പിള്ള മുകളിലോട്ട് നോക്കി. ദേ, അവിടെ ഒരു മിച്ചു. നീ എന്താടി അവിടെ? നിന്റെ അമ്മായി പെറ്റുകിടക്കുന്ന കാണാൻ വന്നയാ. എന്നെ ഒന്ന് താഴെ ഇറക്കണ പട്ടി. ഞാനിപ്പൊ താഴെ വീഴുവേ. അയ്യോ എന്റെ കാല്, അയ്യോ എന്റെ തല, അയ്യോ അയ്യോ. നീ പിടിച്ചിരിക്കുക കേട്ടോ, കൈവിടല്ലേ, കൈവിടല്ലേ. കുട്ടു നോക്കുമ്പോ തൊട്ട് കാര്യമായി എന്തോ ആലോചനയിലാണ്. ഇത് കണ്ട കുട്ടു, വലിയ ഐഡിയ കിട്ടിയോ നിനക്ക്? എന്താ ഐഡിയ? അവളെ താഴെ ഇറക്കണ്ടേ? നീ പിന്നെ എന്തോ ആലോചിച്ചേ? അത് പിന്നെ നിന്റെ അമ്മായി എന്ന് പറയുമ്പോ ഭദ്രാമ അല്ലേ? ഭദ്രാമ പെറ്റോ? രാവിലെ വരെ കുഴപ്പമൊന്നും ഇല്ലാഞ്ഞല്ലോ. എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവള് കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. കഥ പറഞ്ഞിരിക്കാതെ എന്നൊന്ന് താഴെ ഇറക്കടാ തിണ്ടികളെ. ഞാൻ എന്നടി മായാവിയോ പറന്നു വന്നിറക്കാൻ? നീ ബഹളം വെക്കാതെ ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ ഇപ്പൊ അവിടെ ഒന്ന് അടങ്ങിയിരിക്കുക കൊച്ചേ. അപ്പോഴാണ് പുരുഷവും ദേവിയമ്മയും ഭദ്രയും കൂടെ തൊടിയിൽ നിന്ന് കയറി വന്നത്. എന്താടാ ഇവിടെ ഒരു ബഹളം? അത് നമ്മുടെ മിച്ചു. അവള് മരത്തിന് മുകളിലോട്ട് കൈ ചൂണ്ടി കാണിച്ചു. അവരുടെ മുകളിലോട്ട് നോക്കി. ദേ, മിച്ചു അവരെ നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുന്നു. മുത്തശ്ശ, മുത്തു, അമ്മ, ദേ ഞാൻ. അയ്യോ എന്റെ കുഞ്ഞ്, എന്ത് പരിപാടിയാ മോളെ കാണിച്ചേ? നീ എന്തിനാ ഇതിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്? മുറുകെ പിടിച്ചിരിക്കുക കേട്ടോ. നീ ഇറങ്ങി വാ കേട്ടോ, നിനക്ക് ഞാൻ തരാം മരം കയറി. താഴെ ഒന്നും അവൾക്ക് ഇടയില്ലാഞ്ഞിട്ടാ അതിന്റെ മുകളിൽ വലിഞ്ഞു കയറി ഇരിക്കുന്നത്. അപ്പോഴേക്കും ഷീയുടെ കാർ ഗേറ്റ് കടന്നു വന്നു. കാർ മുറ്റത്ത് നിർത്തി ഷീയും ലിഞ്ചും പുറത്തിറങ്ങി. ദൈവമേ, കാല്, ഇന്ന് എന്റെ കാര്യം തീർന്നു. ദേ, ഷീ വരുന്നുണ്ട്. ഇപ്പൊ കിട്ടും നിനക്ക്, നോക്കിക്കോ. എന്തു പറ്റി അച്ഛൻ പെങ്ങളെ? എല്ലാരും എന്താ ഇവിടെ? മോനെ, ദേ ആ കുരുത്തം കെട്ടവൾ മരത്തിന് മുകളിൽ കയറി ഇരിക്കുന്നു. ഷീ മുകളിലോട്ട് നോക്കി. മിച്ചു ഇപ്പോഴും കൊമ്പെ ഇറുക്കി പിടിച്ച് കിടക്കുവാണ്. ദേവേട്ടാ, ഡി, നീ എന്തിനാണ് ഇതിന്റെ മേലെ വലിഞ്ഞു കയറി? അത് ഞാൻ മാങ്ങ പറിക്കാൻ. കണ്ടോ? കയ്യിലെ മാങ്ങ അവൾ കാണിച്ചോണ്ട് പറഞ്ഞു. മിച്ചു, ഇട്ടോ, ഞാൻ പിടിച്ചോളാം. ഞാൻ ഇറങ്ങി വരട്ടടി പന്നി, നിനക്ക് തരാട്ടോ. അവളുടെ ഒരു മാങ്ങ. കൂട്ടു, നീ വേഗം പോയി ഏണി എടുത്തിട്ട് വന്നേ. ശരി ഏട്ടാ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കൂട്ടു വേഗം പോയി ഏണി കൊണ്ടുവന്നു. ഷീ അത് മാവിച്ചാരി വെച്ച് കേറാൻ തുടങ്ങി. നീ കേറാൻ പോകുവാണോ? അവൾ അഹങ്കാരം കാണിച്ചല്ലേ, അവിടെ ഇരിക്കട്ടെ. കുട്ടുവിനും ടുട്ടുവിനും അങ്ങ് പെരുത്ത് കയറി. അത് നീയാണോ തീരുമാനിക്കുന്നത്? നീ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് മാത്രമാണ്. വീട്ടിൽ താമസിപ്പിച്ചു എന്ന് കരുതി കൂടുതൽ അഭിപ്രായം പറയാൻ വരണ്ട, കേട്ടല്ലോ. ടുട്ടു, ഷീ, ഇവൾ പറഞ്ഞത് കേട്ടില്ലേ? മറുത സങ്കടം വാരി വിതറി. ഏട്ടാ, ഇവളെന്റെ മിച്ചുനെ. മതി, നിർത്ത്. ഷീ, നീ അവളെ താഴെ ഇറക്ക്. ഷീ വേഗം മുകളിലേക്ക് കയറി. ഓരോ കൊമ്പിലും പിടിച്ച് കയറി കയറി അവൻ മിച്ചുവിന്റെ കൊമ്പിലെത്തി. ഒരു കൈ കൊണ്ട് മുകളിലത്തെ കൊമ്പിൽ പിടിച്ച് മറ്റേ കൈ മിച്ചുവിന് നേരെ നീട്ടി. വാ, കൈ പിടിക്കേ. അവൾ അവന്റെ കൈ പിടിച്ചു. പതുക്കെ എണീറ്റു. അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവന്റെ കൈകൾ അവളുടെ അണിവയറിൽ അമർന്നു. അവൾ ഞെട്ടി അവനെ നോക്കി. തന്റെ ഉള്ളിൽ കൂടെ ഒരു മിന്നൽ കടന്നു പോയതുപോലെ അവൾ അറിഞ്ഞു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. ഷീ പെട്ടെന്ന് തന്നെ ദൃഷ്ടി മാറ്റി. മരത്തിന്റെ മുകളിലല്ലേ, വല്ല കയ്യബദ്ധവും പറ്റി നടുവും തല്ലി വീണിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭാവി ജീവിതം കോഞ്ഞാട്ടയാകും. അവൻ അവളെയും കൊണ്ട് പതുക്കെ ഓരോ കൊമ്പിറങ്ങി. അവർ താഴത്തെ കൊമ്പിലെത്തി. ആദ്യം അവളെ ഏണിയിലൂടെ താഴേക്കിറക്കി. തൊട്ടുപിറകെ അവനും ഇറങ്ങി. ഓ, രക്ഷപ്പെട്ടു. കയ്യിലുള്ള മാങ്ങ കടിച്ചോണ്ട് പറഞ്ഞു അവൾ. പെട്ടെന്ന് ശ്രീ അവളുടെ ചെവിക്ക് പിടിച്ചു. ആ, വിട് 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 ദേവേട്ടാ, ഇനി ചെയ്യൂല. നിന്റെ കാല് നിന്ന് ശരിയായതല്ലേ ഉള്ളൂ. അത് നിന്ന് വീണ് വല്ലതും പറ്റിയിരുന്നെങ്കിലോ? മേലെ ഇതുപോലത്തെ വല്ല കുരുത്തക്കേടും കാണിച്ച
കാണിക്കൂല കാണിക്കൂല, ലേലുലു ലേലുലു, പിടിവിട് പ്ലീസ്. ശ്രീ അവളുടെ ചെവിയിൽ പിടിവിട്ടു. മിച്ചു ചെവി തിരുമ്മിക്കൊണ്ട് മുഖം കൂർപ്പിച്ച് എല്ലാവരെയും നോക്കി. കണക്കായിപ്പോയി, നിനക്ക് 2 ആടിയുടെ കുറവുണ്ട്. ഭദ്ര കാലിതുള്ളി അകത്തേക്ക് കയറിപ്പോയി. മിച്ചുവിന്റെ തലയിൽ ഒന്ന് തടവി ചിരിച്ചോണ്ട് പുരുഷവും ദേവിയമ്മയും അവർക്ക് പിറകെയും പോയി. ഷീയുടെ ദേഷ്യം പിടിച്ച മുഖം കണ്ട് മിച്ചു അവന്റെ അടുത്ത് പോയി അവനെ തോണ്ടി വിളിച്ചു. അവൻ നോക്കിയില്ല. ദേവേട്ടാ, പിണങ്ങല്ലേ, സോറി. അവൾ 2 ചെവിയിലും കൈ പിടിച്ചോണ്ട് അവനോട് പറഞ്ഞു. അവളുടെ മുഖത്തെ ഭാവം കണ്ട് അവന് ചിരി വന്നു. എല്ലാം ചെയ്തു വെച്ചിട്ട് സോറി പറഞ്ഞാൽ മതിയല്ലോ, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാം. ചേ, ലിഞ്ചു ദേഷ്യത്തോടെ പറഞ്ഞു. ഇവള്. അവൻ എന്തോ പറയാൻ പോയപ്പോൾ മിച്ചു അവനെ തടഞ്ഞു. നടേശ, കൊല്ലണ്ട, പണി വരുന്നുണ്ട്. അവൾ പതിയെ കുട്ടുവിനോട് പറഞ്ഞു. അത് മതി, നീ പോവാൻ നോക്ക് ലിഞ്ചു. അതും പറഞ്ഞ് ശ്രീ അകത്തേക്ക് പോയി. ലിഞ്ചു നമ്മുടെ പിള്ളേരെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് ഔട്ട് ഹൗസിലേക്കും പോയി. അപ്പൊ എങ്ങനെ ബാക്കി കാര്യങ്ങൾ? പണി തുടങ്ങുവല്ലേ? പിന്നല്ല. ചലോ മേരെ സാത്ത് ജി ഹുസൂർ. 3 കൂടെ തൊടിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് കുട്ടു ഒരു ബക്കറ്റിൽ ചാണകവെള്ളവും മിച്ചു ഒരു കുപ്പി ഗോമൂത്രവും തൊട്ടു ഒരു പാത്രത്തിൽ മുളകുപൊടി കലക്കിയതുമായി വന്നു. അവർ നേരെ ഔട്ട് ഹൗസിലേക്ക് പോയി. ഔട്ട് ഹൗസിലെ താഴത്തെ നിലയിലാണ് ലിഞ്ചുവിന്റെ റൂം. ഞാൻ അവൾ എന്തെടുക്കുവാന്ന് നോക്കിയിട്ട് വരാം, നിങ്ങൾ ഇവിടെ നിൽക്ക്. മിച്ചു പതിയെ ലിഞ്ചുവിന്റെ മുറിയുടെ ജനലിന്റെ ഭാഗത്തായി പോയി നിന്നു. അവൾ അകത്തേക്ക് ഒളിഞ്ഞൊന്ന് നോക്കി. അവിടെ നമ്മുടെ ലിഞ്ചു അമ്മച്ചി കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നിന്നെ ഞങ്ങൾ ശരിക്കും കുളിപ്പിച്ച് തരാടി, ഈ പരിഷ്കാരി തെണ്ടി. മിച്ചു വേഗം കുട്ടുവിന്റെയും ടുട്ടുവിന്റെ അടുത്തോട്ട് പോയി. നല്ല ബെസ്റ്റ് ടൈം, അമ്മച്ചി കൂച്ചാൻ പോവാ. അവളെ നമുക്ക് നന്നായി ഒന്ന് കുളിപ്പിക്കാം അല്ലേ? പിന്നല്ല, നിന്റെ ഒരു ആഗ്രഹമല്ലേ, നമുക്കങ്ങ് നടത്താന്നേ. എന്നൂർ അണ്ണനുക്ക്, എന്നുടൽ അണ്ണനുക്ക്. ജയ് മഹിഷ്മതി, ഫോളോ മീ. 3 കൂടെ കയ്യിലുള്ള സാധനങ്ങളുമായി പതുങ്ങി സ്റ്റെയർ വഴി മുകളിലേക്ക് കയറി. അങ്ങനെ അവർ ടെറസിലെത്തി. ആരെങ്കിലും കാണുന്നുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. തൊട്ടും ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. പണി തുടങ്ങിക്കോ. മിച്ചുവും കുട്ടും കൂടെ ചാണകവെള്ളവും ഗോമൂത്രവും മുളക് വെള്ളവും നന്നായി മിക്സ് ചെയ്ത് ടാങ്കിലെ വെള്ളത്തിൽ കലർത്തി. ഡൺ. വേഗം വാ, നമുക്ക് താഴെ പോയി നോക്കാം. 3 കൂടെ വേഗം താഴെ ഇറങ്ങി. ലിഞ്ചുവിന്റെ റൂമിന്റെ ജനാലയ്ക്ക് വന്ന് നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ബാത്റൂമിൽ നിന്ന് ഒരു അലർച്ച കേട്ടു. സംബഡി പ്ലീസ് ഹെൽപ് മീ. നിർന്നേ, ഹെൽപ് മീ. അവൾ കയ്യിൽ കെട്ടിയ തുണിയിട്ട് ബാത്റൂം ഡോർ തുറന്ന് എങ്ങനെയോ പുറത്തേക്ക് വന്നു. അവളുടെ ദേഹത്തും തലയിലും എല്ലാം ചാണകത്തിലെ ഓരോരോ സാധനങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. കയ്യിൽ കൂടെ കഴുത്തിൽ കൂടെ മുടിയിലൂടെ എല്ലാം ചാണകപ്പുഴു ഇഴഞ്ഞു നടക്കുന്നു. നല്ല നാറ്റം. കണ്ണു നേരിട്ടാണ് അവൾക്ക് നിൽക്കാനും വയ്യ. പെണ്ണ് കിടന്ന് തുള്ളുന്നുണ്ട്. നമ്മുടെ പിള്ളേർക്ക് ഇത് കണ്ട് ചിരിക്കാണ്ടിരിക്കാനും കഴിഞ്ഞില്ല. അവർ ഇരുന്നും കിടന്നും ഒക്കെ ചിരിച്ചു. ഇവൾ ഇത്രയും നല്ലൊരു നർത്തകിയായിരുന്നു, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇവൾക്ക് ഞാൻ രാവിലെ ഓങ്ങി വെച്ച. വേഗം വാ, എല്ലാ പൈപ്പും തുറന്ന് വെള്ളം കള. 3 കൂടെ ഔട്ട് ഹൗസിലെ പുറത്തെ പൈപ്പെല്ലാം തുറന്ന് ടാങ്ക് കാലിയാക്കി. ഒരു തെളിവും അവശേഷിക്കാൻ പാടില്ല. എല്ലാം കഴിഞ്ഞ് 3 കൂടെ പാട്ടും പാടി തറവാട്ടിലേക്ക് പോയി. രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ ഇരിക്കുമ്പോഴാണ് കുട്ടു അടുത്ത പടക്കം പൊട്ടിക്കുന്നത്. മിച്ചുവേ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. എന്താടാ? ആ പ്രമീളത്തള തട്ടിപ്പോയോ? അവരതുവഴി പയറ് പോലെ നടക്കുന്നു. ഇത് അതൊന്നുമല്ല. പിന്നെ മൺഡേ തൊട്ട് നമ്മുടെ ഇന്റേണലാണ്. ഒരു ദിവസം 2 എണ്ണം വെച്ച് 3 ദിവസം. സബാഷ്. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വീണെന്ന് പറയണ അവസ്ഥയാണല്ലോ. നാളെയും മറ്റന്നാളും അവധിയല്ലേ, നമുക്ക് നോക്കാന്നേ. നീ പഠിക്കാൻ പോവാണോ? എന്നെ കൊണ്ടൊന്നും പറ്റൂല. അയ്യേ, മേ അത്തരക്കാരി നഹീഹേ. പിന്നെ പഠിക്കാൻ ഒന്ന് പോയടി. ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല. കോപ്പി മുഖ്യം ബിഗിലേ. നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പനാടാ, പൊന്നപ്പൻ. മൈ ഗോഡ് മാൻ. അപ്പോഴേക്കും താഴേന്ന് കഴിക്കാനുള്ള വിളി വന്നു. 3 കൂടെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. 3 അടുത്തടുത്തുള്ള കസേരകളിൽ ഇരിപ്പുറപ്പിച്ചു. ശ്രീ വന്ന് മിച്ചുവിന്റെ അപ്പുറത്തും ഇരുന്നു. അപ്പോഴാണ് ലിഞ്ചു അങ്ങോട്ടേക്ക് വന്നത്. അവൾ ശ്രീയുടെ അടുത്തിരിക്കാൻ വന്നപ്പോഴേക്കും നന്ദു അവിടെ കയറി ഇരിപ്പുറപ്പിച്ചു. ശശി ശശി, ലിഞ്ചു ശശി. നമ്മുടെ പിള്ളേർ അവളെ നോക്കി ഊറിച്ചിരിച്ചു. ലിഞ്ചു തന്റെ ആമർഷം ഉള്ളിൽ ഒതുക്കി അവൾക്ക് ഓപ്പോസിറ്റായി വന്നിരുന്നു. അപ്പോഴാണ് എല്ലാവരും അവളുടെ മുഖം ശ്രദ്ധിക്കുന്നത്. എന്തുപറ്റി കുട്ടി, മുഖത്തൊക്കെ തടിച്ചു കിടക്കുന്നു? അറിയില്ല, ടാങ്കിലെ വെള്ളം കൊള്ളൂലായിരുന്നു, അപ്പത്തൊട്ട് ചൊറിയുന്നതാ. അവൾ ഇരുന്ന് മാന്തുന്നു. ജോസഫേ, പണി വന്ന വഴി കുട്ടിക്ക് അറിയില്ല എന്ന് തോന്നുന്നു. കുട്ടുവും വെച്ചു ചിരി കടിച്ചു പിടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കൂടെ കഴുകിച്ചായിരുന്നല്ലോ. നല്ല സ്മെല്ലുണ്ടായിരുന്നു. കണ്ണിലൊക്കെ പോയിട്ട് നീറുമായിരുന്നു. അവസാനം ജഗ്ഗിലെ വെള്ളം എടുത്ത് മുഖത്തൊഴിച്ചു. അപ്പോഴാണ് കണ്ണൊന്ന് തുറന്ന്. പിന്നെ കുളത്തിപ്പോയി കുളിച്ചു. പക്ഷെ ഇപ്പോഴും ചൊറിച്ചി പോണില്ല. കുറച്ച് മഞ്ഞൾ തേച്ചിട്ട് കിടന്നോളും, മാറിക്കോളും. നാളെ ഒന്നുകൂടെ ക്ലീൻ ചെയ്യിക്കാം. നമ്മുടെ പിള്ളേർ കുനിഞ്ഞിരുന്ന് നല്ല പോളിംഗ് ആണ്. ചേട്ടന്മാരവരെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ കത്തി. വേദൊന്ന് ചുമച്ചു. എന്താ വെള്ളം വേണോ? വേണ്ട വേണ്ട, അനിയത്തി കഴിക്ക്. മിച്ചു ഒന്ന് എളിച്ചു കാണിച്ചു. ശ്രീ പതിയെ അവളുടെ ചെവി പറഞ്ഞു. സത്യം പറഞ്ഞു, ഇത് നിങ്ങളുടെ പണിയല്ലേ. എന്താ വാരി തരട്ടേന്നോ? ഈ ദേവേട്ടന്റെ ഒരു കാര്യം. അവളെ കുറച്ച് നാണൊക്കെ വാരി വിതറി വായം പൊളിച്ചിരുന്നു. ശ്രീയാണ് ഇതെന്ത് കൂത്ത് എന്നുള്ള ഭാവം.
എല്ലാവരും അവനെ നോക്കി ആക്കിച്ചിരിക്കുന്നു. കുട്ടുവിനും ടുട്ടുവിനും കാര്യം പിടികിട്ടി. അവര് ചിരി കടിച്ചു പിടിച്ചിരുന്നു. കൊടുക്ക് കൊടുക്ക്. ഷീ അവളെ നോക്കി ഒന്ന് പേടിപ്പിച്ച് ഒരു ഉരുള ചോറ് വായിൽ വെച്ചു കൊടുത്തു. അവളത് കഴിച്ച് അവനെ നോക്കി നല്ല അസലൊരു കിളി പാസാക്കി. അവന്റെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു. അങ്ങനെ കഴിപ്പും കുടിയും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. നാളെ ഇനി എന്താകുമോ എന്തോ.